നമസ്കാരം. ന്യൂസ് ട്രെൻഡ്സ് ആരംഭിക്കുകയാണ്. ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട ചില രാഷ്ട്രീയ വാർത്തകൾ പരിശോധിക്കുന്നുണ്ട്. കെ സുധാകരന് KPCC അധ്യക്ഷ സ്ഥാനം കൈമാറുന്നതിലെ ആശയക്കുഴപ്പം, ഒപ്പം തന്നെ സംസ്ഥാനത്ത് ഈ പോളിംഗിന് ശേഷമുള്ള മുന്നണികളുടെ കണക്കെടുപ്പ് പൂർത്തിയാവുന്നു. ഇന്നലെ കോൺഗ്രസിന്റെ കണക്കെടുപ്പ് കൂടി കഴിഞ്ഞതോടെ നിർണായകമാവുന്ന സംസ്ഥാനത്തെ ചില ലോക്സഭാ മണ്ഡലങ്ങളുണ്ട്. അത് ഏതൊക്കെ, അവയുടെ രാഷ്ട്രീയം, അത് നമുക്ക് വിശദമായി പരിശോധിക്കാം. ഒപ്പം ചില പ്രധാനപ്പെട്ട ദേശീയ വാർത്തകൾ കൂടി നമുക്ക് വിശദമായി നോക്കേണ്ടതുണ്ട്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ന്യൂസ് ട്രെൻഡ്സിലേക്ക് സ്വാഗതം. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്തയായി മാറുന്നത് കെ സുധാകരന് KPCCയുടെ അധ്യക്ഷ സ്ഥാനം തിരികെ ലഭിക്കുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ ആശയക്കുഴപ്പങ്ങളോ നിലനിൽക്കുന്നുണ്ടോ എന്നതാണ്. ആശയക്കുഴപ്പമുണ്ട് എന്നതാണ് അതിന്റെ വസ്തുത. കാരണം താൽക്കാലികമാണ് KPCC അധ്യക്ഷനായിരുന്ന സുധാകരൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ അധ്യക്ഷ സ്ഥാനം താൽക്കാലികമായി MM ഹസ്സന് കൈമാറി. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി ഇന്നലെ അവലോകന യോഗം ചേർന്നതിന് ശേഷവും അധ്യക്ഷ സ്ഥാനം തിരികെ നൽകുന്നത് സംബന്ധിച്ച് വ്യക്തത ഉണ്ടായിട്ടില്ല. ഇതിനുവേണ്ടി വീണ്ടും യോഗം ചേരാനാണ് തീരുമാനം. ഇന്നലെ ഈ വിഷയം പരിഗണനയ്ക്ക് വന്നപ്പോൾ KC വേണുഗോപാലാണ് തൽക്കാലം ഈ തീരുമാനത്തിൽ ഇപ്പോൾ എടുക്കേണ്ടതില്ല, പരിഗണിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് വന്നത്. അങ്ങനെയെങ്കിൽ സുധാകരൻ അധ്യക്ഷനായി തുടരുന്നതിൽ ആശയക്കുഴപ്പമുണ്ടാവുന്നത് നേതൃതലത്തിലാണോ, നേതാക്കൾക്കിടയിൽ ഇക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടോ? അതേസമയം സുധാകരനും സുധാകരൻ അനുകൂലികളും ഇതിനുവേണ്ടിയുള്ള സമ്മർദ്ദം ശക്തിപ്പെടുത്തുകയാണ്. ഇതിന് വലിയ രാഷ്ട്രീയമുണ്ട്. സ്വാഭാവികമായും സംസ്ഥാന രാഷ്ട്രീയത്തിൽ, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയ പ്രതിഫലനം ഉണ്ടാക്കുന്ന ഒരു നീക്കം കൂടിയായി അത് മാറുകയാണ്. കാരണം സുധാകരൻ KPCCയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം അദ്ദേഹം തുടർച്ചയായി നടത്തിയ ചില പ്രസ്താവനകൾ, അതുണ്ടാക്കുന്ന വിവാദങ്ങൾ, ഇങ്ങനെ പലതരത്തിലും പാർട്ടിയെയും സംഘടനയും നയിക്കുന്നതിൽ സുധാകരന് ചില പിഴവുകൾ പറ്റുന്നു എന്ന വിലയിരുത്തൽ പലർക്കുമുണ്ട്. പക്ഷേ കാര്യമായ ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് അത് പോയിട്ടില്ല എന്നതാണ് സാഹചര്യം. എന്താണ് ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് നമുക്ക് പരിശോധിക്കാം. ഡാൻ കുര്യൻ തിരുവനന്തപുരത്ത് നിന്നും ചേർന്നു. ഡാൻ, രണ്ട് കാരണങ്ങൾ. ഒന്ന്, സുധാകരനെ തിരികെ കൊണ്ടുവരുന്നതിൽ ഇപ്പോഴുണ്ടായിരിക്കുന്നത് ഒരു ആശയക്കുഴപ്പമോ അഭിപ്രായ വ്യത്യാസവുമാണോ, അതല്ല ഒരു സ്വാഭാവിക നടപടി എന്ന രീതിയിൽ അത് നീണ്ടുപോകുന്നതാണോ? രണ്ടാമത്തെ കാര്യം, ഈ MM ഹസ്സനെ പിണക്കാനുള്ള മടി കൊണ്ടാണോ, മറിച്ച് സുധാകരന് ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ അടക്കമുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചാണോ ഈ തീരുമാനം വൈകുന്നതിന് കാരണം? എങ്ങനെയാണ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ ഇക്കാര്യത്തിൽ നൽകുന്ന വിശദീകരണം? സജിത്ത്, കണ്ണൂരിൽ നിന്ന് കെ സുധാകരൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തേക്ക്, തലസ്ഥാനത്തേക്ക് മടങ്ങിയെത്തിയത് സ്വാഭാവികമായി ഈ നേതൃയോഗത്തിൽ പങ്കെടുക്കുന്നു. അതോടൊപ്പം തന്നെ സ്വാഭാവിക നടപടിക്രമങ്ങളുടെ ഭാഗമായി MM ഹസ്സനിൽ നിന്ന് ആ ചുമതല വീണ്ടും ഏറ്റെടുക്കുന്നു. ഈ ആഗ്രഹത്തോടെയായിരുന്നു, ഈ ലക്ഷ്യത്തോടെ തന്നെയായിരുന്നു. പക്ഷേ ഇന്നലെ വിശാലമായ നേതൃയോഗം ചേർന്നു. തെരഞ്ഞെടുപ്പിന്റെ അവലോകനം കഴിഞ്ഞു. വലിയ ഭൂരിപക്ഷത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും വിജയമുണ്ടാകുമെന്ന വിജയപ്രതീക്ഷ സ്ഥാനാർത്ഥികളും അതോടൊപ്പം തന്നെ DCC അധ്യക്ഷന്മാരും തെരഞ്ഞെടുപ്പ് ചുമതലയിൽ ഉണ്ടായിരുന്നവരൊക്കെ പങ്കുവച്ചു. പക്ഷേ അതിനപ്പുറത്തേക്ക് കെ സുധാകരന് KPCC അധ്യക്ഷ സ്ഥാനം വീണ്ടും ആ ചുമതല പൂർവ്വസ്ഥിതിയിലേതുപോലെ കൈമാറുന്നതിൽ ഉള്ള നടപടിക്രമങ്ങൾ ഒന്നും തന്നെ ഇന്നലെ ഉണ്ടായില്ല. അത് വളരെ അപ്രതീക്ഷിതമായ ഒരു നീക്കമായി അദ്ദേഹത്തിനോടൊപ്പമുള്ളവർക്ക് തോന്നിയതിന് കാര്യവും അതുതന്നെയാണ് അതിലെ അസ്വാഭാവികത. നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് കെ സുധാകരനെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നതിന് ശേഷം മാത്രം തിരികെ ആ സ്ഥാനത്തേക്ക് നിയോഗിച്ചാൽ മതി എന്ന തരത്തിലുള്ള ചില അഭിപ്രായ പ്രകടനങ്ങൾ മുതിർന്ന ചില നേതാക്കളുടെ ഭാഗത്ത് നടക്കം ഉണ്ടായിട്ടുണ്ട് എന്ന സൂചനകളുണ്ട്. സ്വാഭാവികമായി അങ്ങനെ ഒരു പ്രസ്താവന നടത്തണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടാൽ അദ്ദേഹത്തിന് വീണ്ടും ആ ക്ലെയിം ഉന്നയിക്കുന്നതിൽ തടസ്സം നേരിടുന്ന സാഹചര്യം ഉണ്ടാകും. അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നീക്കമായിരിക്കാം. അതല്ല എങ്കിൽ ഹൈക്കമാൻഡാണ് അദ്ദേഹത്തെ ഈ ചുമതല താൽക്കാലികമായി, അദ്ദേഹം കണ്ണൂരിൽ സ്ഥാനാർത്ഥിയായി പോകുന്നതിന്റെ പശ്ചാത്തലത്തിൽ മുതിർന്ന നേതാവ് കൂടിയായ MM ഹസ്സന്, UDF കൺവീനർ കൂടിയായ MM ഹസ്സന് താൽക്കാലിക ചുമതല കൈമാറിയത്. അദ്ദേഹം ആക്ടിംഗ് പ്രസിഡന്റായി കഴിഞ്ഞ 40-ലേറെ ദിവസമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായി ഹൈക്കമാൻഡ് തന്നെയാണ് അക്കാര്യത്തിൽ ഈ ചുമതല തിരികെ കൈമാറുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡാണ് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട നേതാക്കളോട് നമ്മൾ ചോദിക്കുമ്പോൾ അവർ നൽകുന്ന വിശദീകരണം. ഏതായാലും 7-ാം തീയതി ഡൽഹിയിൽ യോഗം ചേരുകയാണ്. ആ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ധാരണയുണ്ടാകും. അവിടെ നിന്ന് രേഖാമൂലം തന്നെ ചുമതല കൈമാറിക്കൊണ്ടുള്ള കത്ത് പുറത്തു വരുമെന്ന പ്രതീക്ഷയിലാണ് സുധാകരൻ ക്യാമ്പുള്ളത്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ അതിൽ അനിശ്ചിതത്വം നേരിട്ടാൽ സുധാകരന് തിരികെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കടന്നു വരുന്നതിൽ ബോധപൂർവമായ ഒരു അനിശ്ചിതത്വം ഉണ്ടാക്കുകയാണ് എന്ന വിലയിരുത്തലിലേക്ക് എത്തുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സജിത്ത്,
ഡാൻ, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ സുധാകരൻ KPCCയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം നടത്തിയ ചില പ്രസ്താവനകൾ, അദ്ദേഹത്തിന്റെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഒരു പ്രതിസന്ധിയായിരുന്നു. ചിലർക്കെങ്കിലും അതിൽ അതൃപ്തിയുണ്ട്, അത് പരസ്യമായില്ല എന്നതാണ്. ഇപ്പോൾ തൽക്കാലത്തേക്കെങ്കിലും സുധാകരന് ചുമതല കൈമാറി. അപ്പോൾ ഈ ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് പുതിയൊരാൾ നേതൃത്വത്തിലേക്ക് വരട്ടെ, അത്തരം നീക്കങ്ങൾ ഈ കോൺഗ്രസിന്റെ നേതൃതലത്തിൽ നടക്കുന്നുണ്ടോ? അതിന് സാധ്യതയുണ്ടോ? സജിത്ത്, ഇതിൽ പ്രധാനമായി നേതാക്കൾക്കിടയിൽ ഉണ്ടായ ഒരു ആശയക്കുഴപ്പത്തിന്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് സുധാകരന്റെ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന കണ്ണൂരിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു നേതാവ് ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചു എന്ന തരത്തിലുള്ള വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അത് വലിയ തരത്തിൽ ചർച്ചയാകുകയും ചെയ്തു. അതിനെതിരെ കണ്ണൂരിൽ നിന്ന് തന്നെ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായി. അത്തരത്തിൽ സുധാകരനോടൊപ്പം നിന്ന് കണ്ണൂരിലെ സുധാകരനല്ല മത്സരിക്കുന്നതെങ്കിൽ അവിടെ സ്ഥാനാർത്ഥിയാകാനുള്ള നീക്കം വരെ സുധാകരനോടൊപ്പം ഉണ്ടായിരുന്ന വിശ്വസ്തൻ നടത്തി എന്ന തരത്തിലുള്ള സംസാരങ്ങളൊക്കെ വലിയ തരത്തിൽ സണ്ണിക്കുട്ടി എബ്രഹാം നമുക്കൊപ്പമുണ്ട്. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ഈ സുധാകരന് സ്വാഭാവികമായും തിരികെ കിട്ടേണ്ടതാണ് ഈ അധ്യക്ഷ സ്ഥാനം. കാരണം ഒരു താൽക്കാലിക ചുമതല കൈമാറ്റമാണ് നടന്നത്. അത് വൈകുന്നതിന് ഒരു ബോധപൂർവമായ വൈകൽ സംഭവിക്കുന്നുണ്ടോ, അതോ ഒരു കൂടിയാലോചനകൾ ഇനിയും നടക്കേണ്ടത് കൊണ്ട് വൈകി പോകുന്നതാണോ? സണ്ണിക്കുട്ടി എബ്രഹാമിലേക്ക് നമുക്ക് തിരികെ എത്താം. എന്തായാലും കോൺഗ്രസിലെ ഈ തർക്കം അത് സ്വാഭാവികമുണ്ടായ ഒരു ആശയക്കുഴപ്പമാണോ, അതല്ല നടപടിക്രമങ്ങൾ നീണ്ടുപോകുന്നതാണ്, അതിന് മുന്നിൽ മറ്റ് സാധ്യതകളുണ്ടോ എന്നതും കൂടി പ്രധാനപ്പെട്ട കാര്യമാണ്. ഡാൻ, നമ്മൾ പറഞ്ഞു വന്നത് ഈ അധ്യക്ഷ സ്ഥാനം വൈകുന്നതിൽ ചില നേതാക്കളുടെ നീക്കം കൂടി ഇതിന് പിന്നിലുണ്ട് എന്നതാണ്. ഇന്നലെ ഈ യോഗത്തിൽ ഇത് പരിഗണിച്ചപ്പോൾ KC വേണുഗോപാലാണത്രേ ഇടപെട്ട് ഇത് നീട്ടിവെക്കാം എന്നൊരു നിർദ്ദേശം നൽകിയത്. അങ്ങനെയെങ്കിൽ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന് പെട്ടെന്ന് ഇക്കാര്യത്തിലൊരു തീരുമാനം എടുക്കണ്ട എന്നൊരു നിലപാടുണ്ടോ? യെസ്, ഡാനിലേക്ക് തിരികെ വരാം. സണ്ണിക്കുട്ടി എബ്രഹാം നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ഈ സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സ്ഥിതിക്ക് സുധാകരൻ അധ്യക്ഷ സ്ഥാനം തിരികെ കിട്ടേണ്ടതാണ്. പക്ഷേ അത് വൈകുകയാണ്. ആദ്യ യോഗത്തിൽ ഉണ്ടായില്ല. അത് ബോധപൂർവം വൈകിയതാണോ, അതല്ല ഇനിയും തെരഞ്ഞെടുപ്പ് റിസൾട്ടൊക്കെ വന്നതിന് ശേഷം സാഹചര്യങ്ങൾ ആലോചിച്ച് തീരുമാനമെടുക്കാമെന്നൊരു നിലപാടിലേക്ക് കോൺഗ്രസ് പോയിട്ടുണ്ടാവുകയാണോ, ചെയ്തിട്ടുണ്ടാവുക? അതിനു മുമ്പായിട്ട് നമ്മളോട് ഒരു കാര്യം ഓർക്കേണ്ടത്, രമേശ് ചെന്നിത്തല KPCC പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് കരിപ്പാട് മത്സരിക്കുകയും ജയിക്കുകയും ഒക്കെ ചെയ്തു. ആ സമയത്ത് തലേക്കുന്നിൽ ബഷീറിന് ചുമതല കൊടുത്തിരുന്നു. അദ്ദേഹം KPCC വൈസ് പ്രസിഡന്റ് ആയിരുന്നു, അദ്ദേഹത്തിന് ചുമതല കൊടുത്തിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് പോളിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ രമേശ് ചെന്നിത്തല തിരിച്ചു വരികയും അദ്ദേഹം ചുമതല ഏൽക്കുകയും ചെയ്തു. വാസ്തവത്തിൽ അതാണ് അതിന്റെ ഒരു ശരിയായ രീതി, സ്വാഭാവികമായ രീതി അതാണ്. പക്ഷെ ഇവിടെ ശ്രീ ഹസനെ താൽക്കാലിക പ്രസിഡന്റായി നിയമിച്ച കത്തിൽ പറയുന്നത് ഡ്യൂറിംഗ് ദ ഇലക്ഷൻ പ്രോസസ് ആണ്. അപ്പൊ ഇവിടെ ഇലക്ഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ വോട്ടിംഗ് കഴിയുമ്പം തീർന്നോ, അതോ പിന്നെ കൗണ്ടിങ് കൂടെ കഴിഞ്ഞ് വിജയങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം വന്നതിന് ശേഷം മതിയോ? അപ്പൊ ഇന്നലെ അദ്ദേഹം വാസ്തവത്തിൽ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാൻ വേണ്ടി തന്നെയാണ് വന്നത്. അദ്ദേഹത്തിന്റെ പല അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരോടും അല്ലെ അടുത്ത വിശ്വസ്തരോടൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഇവിടെ ഉണ്ടായ ഒരു ധാരണ എന്ന് പറയുന്നതും ദീപാദാസ് എടുത്ത ദീപാ പ്രിയരഞ്ജൻ ദാസ് എടുത്ത നിലപാടും AICC ജനറൽ സെക്രട്ടറി അവരെടുത്ത നിലപാടും റിസൾട്ട് വന്നിട്ട് ആലോചിക്കാം, അതുവരെ നമുക്ക് കാത്തിരിക്കാം എന്നുള്ളതാണ്. അതിനും വലിയ തെറ്റൊന്നുമില്ല. വാസ്തവത്തിൽ ആ സമയം വരെ അതാണ് ഇലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നതെന്ന് ആ വ്യാഖ്യാനം ശരിയാണ്, അങ്ങനെ ചെയ്യാം. പക്ഷേ കേരളത്തിലെ കോൺഗ്രസിലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത്, ഇനി കൗണ്ടിങ് കഴിഞ്ഞാലും ജയിച്ചാലും 20 സീറ്റ് ജയിച്ചാലും 10 സീറ്റ് ജയിച്ചുള്ളെങ്കിലും ഒരു പുതിയ KPCC പ്രസിഡന്റ് വേണം എന്നുള്ള. അതാണ് ഇന്നലെ നടന്ന ചർച്ചകൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. കാരണം ജയിക്കുന്നെങ്കിൽ അതെല്ലാം ഒരു ആന്റി ഇൻകംബൻസി ഫാക്ടർ, സർക്കാർ വിരുദ്ധ നിലപാട് കൊണ്ടാണ്, അല്ലാതെ സംഘടനാ സംവിധാനത്തിന്റെ മികവ് കൊണ്ടാണെന്ന് പറയാൻ പറ്റില്ല. പലയിടത്തും സംഘടന ഉണ്ടായിരുന്നില്ല, ബൂത്ത് കമ്മിറ്റികൾ ഉണ്ടായിരുന്നില്ല, ബൂത്തുകളിൽ ഇരിക്കാൻ ആളുണ്ടായിരുന്നില്ല. ഈ വക ഒത്തിരി വിമർശനങ്ങൾ ഇന്നലെ ഉണ്ടായി. അതിനർത്ഥം ഇപ്പോഴത്തെ നിലവിലെ നേതൃത്വം അവര് രൂപപ്പെടുത്തിയെടുത്ത സംഘടനാ സംവിധാനം പ്രയോജനകരമല്ല. 2 കൊല്ലം കഴിയുമ്പോൾ അസംബ്ലി ഇലക്ഷൻ വരുന്നു. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഒരു പുതിയ നേതൃത്വം ഉണ്ടാവട്ടെ. അതില് പ്രതിപക്ഷ നേതാവിനൊക്കെ വളരെ കൃത്യമായ നിലപാടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും എനിക്ക് അറിയാൻ മേലാത്തതുകൊണ്ട് തന്നെ ഞാൻ പോകുന്നില്ല. പക്ഷേ പാർട്ടിക്കുള്ളിൽ ഇനി കണ്ണൂര് സുധാകരൻ ജയിച്ചാൽ അത് MP ആയിട്ട് തുടരട്ടെ എന്നുള്ളൊരു നിലപാട് വളർന്നു വരുന്നതിന്റെ ഒരു ലക്ഷണം, ഒരു ടൈം ബൈയിങ്ങിന് വേണ്ടിയുള്ള ഒരു തന്ത്രമാണ് ഇപ്പൊ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇപ്പൊ ഇന്ന്
KPCC അദ്ദേഹം പ്രസിഡന്റ് ആയാലും ഒരു ജൂൺ 4 ശേഷമായാലും വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഇതിനുള്ളിലെ ചില ചർച്ചകളൊക്കെ ഇനി നടക്കാൻ പോകുന്നു. പാർട്ടിയിൽ ഹൈക്കമാൻഡിൽ നടക്കും. ഇലക്ഷൻ എല്ലായിടത്തെയും പോളിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ കൗണ്ടിങ് കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇതൊരു പ്രധാന ചർച്ചാ വിഷയമാകും. ചിലപ്പോൾ കേരളത്തിൽ ഒരു ഉള്ള ചില ശ്രമങ്ങൾ ഇതിനൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഈ അദ്ദേഹത്തിന്റെ തിരിച്ചുള്ള സ്ഥാനാരോഹണം അല്ലെങ്കിൽ ചുമതല തിരിച്ചേറ്റെടുക്കൽ വൈകുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, അവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഒരുപക്ഷെ സുധാകരൻ എടുക്കുന്ന നിലപാട് നിർണായകമാവില്ലേ? കാരണം തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കാനില്ല, KPCC അധ്യക്ഷ സ്ഥാനത്ത് തുടരാം എന്നൊരു നിലപാട് അദ്ദേഹം തുടക്കത്തിൽ സ്വീകരിച്ചതാണല്ലോ. പിന്നീടാണല്ലോ ഈ AICCയുടെ പൊതു തീരുമാനപ്രകാരം അദ്ദേഹം കണ്ണൂരിൽ മത്സരിക്കാൻ ഇറങ്ങുന്നത്. അദ്ദേഹം ജയിച്ചാലും ഒരുപക്ഷെ എനിക്ക് KPCC അധ്യക്ഷ സ്ഥാനം കൂടി വേണം എന്നൊരു ആഗ്രഹം അദ്ദേഹം മുന്നോട്ട് വെക്കാനുള്ള സാധ്യതയില്ലേ? അല്ല, അതെല്ലാം സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ ശ്രമിച്ച സുധാകരനെ നിർബന്ധിച്ച് മത്സരിപ്പിച്ചതിന്റെ പിന്നിലെ കാരണം കൂടെ നമ്മളപ്പോൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കുറഞ്ഞ വർഷം ഇലക്ഷൻ പ്രചാരണ സമയത്തെങ്കിലും മാറ്റി നിർത്തുക എന്നുള്ള ഉദ്ദേശം തന്നെയായിരുന്നു. അദ്ദേഹത്തിന് ആവശ്യപ്പെടാം, അദ്ദേഹം ആവശ്യപ്പെടുന്നതിൽ ന്യായമുണ്ട്. അല്ലെങ്കിൽ മറ്റൊരു പ്രോസസ്സിലൂടെ പുതിയൊരാളിനെ തിരഞ്ഞെടുക്കണം. ഇതൊരു തരം കുറുക്കു വഴിയാണ്. ഇത് ശരിയാണെന്നല്ലേ, സംഘടനാപരമായിട്ട് ശരിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, സുധാകരനെ വെച്ചുകൊണ്ട് പ്രസിഡന്റ് സ്ഥാനത്തിരുത്തിക്കൊണ്ട് 2 കൊല്ലത്തിനകം സംഭവിക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോയിട്ട് കാര്യമില്ല. കാരണം ഒരു വസ്തുത നമ്മൾ അറിയേണ്ടത്, ഇപ്പൊ 20 സീറ്റൊക്കെ ജയിച്ചെന്ന് വിചാരിക്കാം. ആ ജയമല്ല, ആ റിസൾട്ട് ആയിരിക്കില്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നത്. ഇവിടെ ആ രീതിയിലുള്ള സാമുദായിക പോളറൈസേഷൻസ് മറ്റു കാരണങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്കിവിടെ സംസാരിക്കാൻ സമയമില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴത്തെ സംവിധാനം, സുധാകരൻ പ്രസിഡന്റായ സംവിധാനം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് ഹൈക്കമാൻഡിലും അല്ലെങ്കിൽ ഹൈക്കമാൻഡിൽ ചിലർക്കെങ്കിലും അങ്ങനെ ഒരു ചിന്ത ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം വേണ്ട എന്ന് പറഞ്ഞിട്ടും മത്സരിക്കാൻ നിർബന്ധിച്ചതും മത്സരിപ്പിച്ചതും. ജയിച്ചാൽ അദ്ദേഹം MP ആയിട്ട് തുടരട്ടെ എന്നൊക്കെ വേണമെങ്കിൽ തീരുമാനിക്കാനുള്ള സാധ്യതകൾ ബാക്കി കിടക്കുന്നതും ഒക്കെ അതുകൊണ്ടാണ്. സണ്ണിക്കുട്ടി അബ്രഹാം, താങ്കൾ ഒന്ന് തുടരുക. ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ കൂടി നമുക്കൊപ്പമുണ്ട്. അഡ്വക്കേറ്റ് ജയശങ്കർ, ഇന്നലെ K മുരളീധരൻ ഞങ്ങളോട് തന്നെ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരു പ്രത്യേക പശ്ചാത്തലമായിരുന്നു, കോൺഗ്രസിന് മുൻതൂക്കമുള്ളതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എക്കാലവും, അതങ്ങനെ അങ്ങ് സംഭവിക്കും. പക്ഷേ അതിനുശേഷം വരാനിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. 140 നിയോജക മണ്ഡലങ്ങളിലും ഒരുപോലെ സംഘടന പ്രവർത്തിച്ചാൽ മാത്രമേ സംസ്ഥാനത്ത് ഭരണം തിരികെ എത്താനാവുള്ളൂ. ആ തരത്തിലേക്ക് വരുമ്പോൾ സംഘടനയാണ് ശക്തമാവേണ്ടത് എന്നത് മുരളീധരൻ ആവർത്തിക്കുന്നുണ്ട്. മുരളീധരൻ ആ പറഞ്ഞതും ഇന്നലെ K സുധാകരന് അധ്യക്ഷ സ്ഥാനം തിരികെ ലഭിക്കാത്തതുമായ സാഹചര്യങ്ങളെ നമുക്ക് കൂട്ടിയിണക്കേണ്ടി വരുമോ? K മുരളീധരൻ പറഞ്ഞ കാര്യം 100% അല്ല 101% ശരിയാണ്. കേരളത്തിൽ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം വളരെ ദുർബലമാണ്, വളരെ ശിഥിലമാണ്. അതിൽ യാതൊരു സംശയമില്ല. ഇദ്ദേഹം K മുരളീധരൻ പറഞ്ഞില്ലെങ്കിൽ പോലും അതൊരു സത്യമാണ്. K മുരളീധരൻ ഈ വക കാര്യങ്ങൾ തന്റെ ഇടമായിട്ട് പറയുന്ന ആളായതുകൊണ്ട് അദ്ദേഹം അത് പറഞ്ഞു. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് അടക്കം കേരളത്തിൽ മത്സരിച്ച 20 UDF സ്ഥാനാർത്ഥികൾക്ക് ഇതേ അഭിപ്രായം ഉണ്ടാവും. പലരും അത് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും UDFന് ജയസാധ്യത ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത് ജനങ്ങൾക്ക് LDF സർക്കാരിനോട് ഭരണത്തോട് അത്രയധികം വിയോജിപ്പുള്ളതുകൊണ്ടും പ്രതിപത്തി ഉള്ളതുകൊണ്ടുമാണ്. കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്തില്ലെങ്കിൽ പോലും LDF അനുഭാവികളും അനുകൂലികളുമായിട്ടുള്ള ആളുകൾ ഇത്തവണ UDFന് വോട്ട് ചെയ്ത് അവരെ വിജയിപ്പിക്കും. പിന്നെ സാമുദായികമായിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ എടുത്ത് ഈ സണ്ണിക്കുട്ടിയോട് സൂചിപ്പിക്കുന്നത് ഞാൻ കേട്ടു. ഇപ്പൊ നമ്മൾ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചല്ല ആലോചിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ UDFന് കോൺഗ്രസിന് ഒരു വിജയം ഉണ്ടാകുന്നു എന്ന് വിചാരിക്കാം. അത് ഏറെക്കുറെ സാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ജൂൺ 4 വോട്ടെണ്ണി ഫലം പ്രഖ്യാപിച്ച അന്ന് കേരളത്തിലെ ഏറ്റവും കുറഞ്ഞത് 4 നേതാക്കന്മാർ തമ്മിൽ വലിയ വഴക്കും വക്കാണോ ആരംഭിച്ചു. വിജയത്തിന്റെ യഥാർത്ഥ ഉത്തരവാദി ആരാണ്, വിജയത്തിന്റെ അവകാശി ആരാണ് എന്നത് മാത്രമല്ല, അടുത്ത് വരാൻ പോകുന്ന 2026 തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കണം പാർട്ടിയെ നയിക്കേണ്ടത്, ആരാണ് പാർട്ടിയെ വിജയത്തിലേക്ക് എത്തിക്കേണ്ടത്, ആരായിരിക്കണം അടുത്ത മുഖ്യമന്ത്രി, ചുരുക്കി പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അതാണ് ഇവിടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം. അത് മാത്രമാണ് പ്രശ്നം. പിന്നെ MM ഹസൻ വിട്ടുകൊടുക്കാത്തത്, ഒന്നാമത് ഹസൻ ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധനം കിട്ടിയാൽ അത് വിട്ടുകൊടുക്കാൻ താല്പര്യമുള്ള ആളല്ല. അദ്ദേഹത്തിന്റെ അടുത്ത് പിടിച്ചു പറിച്ച് അല്ലെങ്കിൽ ബലാത്കാരമാണ് തിരിച്ചു മേടിക്കാനായിട്ട് വരും ഒരു കാര്യം. രണ്ടാമത് സുധാകരൻ വീണ്ടും KPCC പ്രസിഡന്റ് സ്ഥാനത്ത് വരുന്നതിനോട് ആ പാർട്ടിയിലെ പ്രവർത്തകർക്ക് താല്പര്യമാണ്. അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആദരിക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾക്ക് അത് അത്യാവശ്യമാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഈ നേരത്തെ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട ചില നേതാക്കന്മാർക്കെങ്കിലും അദ്ദേഹം KPCC പ്രസിഡന്റായിട്ട് തുടരുന്നത്
താല്പര്യമല്ല. കാരണം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KPCC പ്രസിഡന്റിന് ഒരു ക്ലെയിം പറയാൻ സാധിക്കും എന്നുള്ളതുകൊണ്ടാണ്. തണ്ണിക്കുട്ടി ഇവിടെ സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തെ വീണ്ടും പാർലമെന്റിലേക്ക് മത്സരിപ്പിച്ചതിന്റെ പുറകിൽ തന്നെ ഇങ്ങനെ ഒരു അജണ്ട ഉണ്ട് എന്ന് വേണം വിചാരിക്കാൻ. അപ്പൊ ഇപ്പൊ അനവധി മുഖ്യമന്ത്രി പദമോഹികൾ സത്യപ്രതിജ്ഞ കിട്ടുകൊണ്ടുപോകാനുള്ള കതർ കുപ്പായി ഇപ്പൊ തന്നെ തയ്പ്പിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തണം, ഫലപ്രഖ്യാപനം നടത്തണം, ഇവർക്ക് ഗവർണറെ കണ്ട് മന്ത്രിസഭ ഉണ്ടാക്കാനുള്ള അനുമതി തരണം, അത്രേ ബാക്കിയുള്ളൂ. അപ്പൊ ഇപ്പൊ UDF അനുകൂലമായ ഒരു അന്തരീക്ഷം സംസ്ഥാനത്ത് ഉണ്ടെന്നുള്ളത് ഈ കോൺഗ്രസ്സുകാർക്ക് പോലും മനസ്സിലായിട്ടുണ്ട്. അത് വച്ചിട്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് നിസ്സാരമായിട്ട് ജയിക്കാം എന്നാണ് ഈ വിദ്വാൻമാർ ധരിച്ചിട്ടുള്ളതെങ്കിൽ അവർ മൂഢസ്വർഗത്തിലാണ് ജീവിക്കുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് 2 കൊല്ലമുണ്ട്. അതിനിടയ്ക്ക് രാഷ്ട്രീയ സാഹചര്യങ്ങൾ വല്ലാതെ മാറാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നും ആയിരിക്കില്ല കാര്യങ്ങൾ. പക്ഷെ ഇത് കോൺഗ്രസ്സുകാരുടെ ഒരു ജന്മ സ്വഭാവമാണ്. അതിപ്പോ നമ്മളാരും ഇവിടെ ചർച്ച ചെയ്താലും ഈ പ്രശ്നം തീരാൻ പോകുന്നില്ല. ജയശങ്കർ ഒന്ന് തുടരുക. സണ്ണിക്കുട്ടി എബ്രഹാം ഉണ്ട് വീണ്ടും. സണ്ണിക്കുട്ടി എബ്രഹാം, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് യഥാർത്ഥത്തിൽ സംഘടനാ രംഗത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആവുമ്പോഴേക്കും സംഘടനാ രംഗത്ത് മെച്ചപ്പെടണം, അതിന് പുതിയൊരു അധിഷ്ഠം വേണം എന്ന ചിന്തകൾക്കും അപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പ് ആവുമ്പോഴേക്കും ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആര് എന്നത് സംബന്ധിച്ച ചർച്ചകളുടെ ഒരു തുടർച്ച കൂടിയോ അതല്ലെങ്കിൽ ഒരു തുടക്കമായി ഇപ്പോഴത്തെ ഈ ആശയക്കുഴപ്പത്തെ നമുക്ക് കാണാനാകുന്നുണ്ടോ? തന്നെയാണല്ലോ ഞാനും പറഞ്ഞത്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇത് അഡ്വക്കേറ്റ് പറഞ്ഞതുപോലെ ഇതൊരു കോൺഗ്രസിന്റെ ജന്മസിദ്ധമായ സ്വഭാവമാണെങ്കിലും പക്ഷെ അവർക്ക് പോലും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 20 സീറ്റ് കിട്ടിയാലും 2 കൊല്ലം കഴിഞ്ഞ് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സാഹചര്യം വേറെ ആയിരിക്കും. നമ്മളങ്ങ് പച്ചയായിട്ട് പറഞ്ഞാൽ ഒരു ന്യൂനപക്ഷത്തിന്റെ ഒരു ഏകീകരണം ഒരുപക്ഷെ UDF അനുകൂലമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഉണ്ടായിട്ടുണ്ട്, നമുക്ക് പ്രതീക്ഷിക്കാം. അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതായിരിക്കും സിറ്റുവേഷൻ. അപ്പൊ ഞാനതിൽ ഒരു ഘടകം പറഞ്ഞതേ ഉള്ളൂ, അല്ലെങ്കിൽ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അത് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അവിടെ ഇതിനകത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആരാണ് അത് നയിക്കേണ്ടത്? KPCC പ്രസിഡന്റിന് മുഖ്യമന്ത്രിയാവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനുണ്ട്. അങ്ങനെയൊക്കെ കിടക്കുമ്പോൾ തന്നെ സംഘടനയില്ലാതെ എങ്ങനെ ജയിക്കുക? ആ ഒരു ബോധ്യത്തിലേക്ക് കുറെ ആളുകളെങ്കിലും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നലെ നടന്ന ചർച്ചയെ പറ്റി ഞാൻ അന്വേഷിച്ചിരുന്നു. മറ്റൊരു ടെലിവിഷൻ ചർച്ചയിൽ പങ്കെടുക്കാനും വേണ്ടി വിശദമായിട്ട് അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് അങ്ങനൊരു ചിന്തയും ചർച്ചയും ഈ പാർട്ടിയിൽ പോലും, കോൺഗ്രസ് പാർട്ടിയിൽ പോലും വന്നിരിക്കുന്നു. സംഘടനാ സംവിധാനം മെച്ചപ്പെടാതെ ഇനി അടുത്ത 2 കൊല്ലം കഴിഞ്ഞ് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതാ 19 സീറ്റ് വാങ്ങിച്ചിട്ട് ഇപ്പൊ എത്ര 40-41 സീറ്റാണ് UDF-നുള്ളത്. അത് കേരളമാണ്. കേരളത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. ആ ഒരു സാഹചര്യത്തിൽ ഒരു നേതൃമാറ്റം, അതിപ്പോ സുധാകരനെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളതായിരിക്കണമെന്നില്ല. പക്ഷെ പാർട്ടി ഉണ്ടാവണം. പാർട്ടി ഇല്ലാതെ ഞാൻ ഇപ്പോഴും ആവർത്തിച്ച് പറയാണ്, ഒരു സംഘടനാ ചട്ടം അനുസരിച്ചാണ് പുള്ളിയെ ഇപ്പൊ ഇങ്ങനെ ഒരു കാരണവും കൂടാതെ ഇങ്ങനെ നീക്കുന്നത് ശരിയല്ല. അതിനൊരു സാഹചര്യം ഉണ്ടാക്കി അത് ചർച്ച നടത്തി അങ്ങനെ ഒരു പുതിയ നേതൃത്വം വരണം. അപ്പൊ ചിലപ്പോ പല തട്ടിലത് മാറ്റങ്ങൾ വരണം. സുധാകരൻ മാത്രമായിരിക്കില്ല, മനസ്സിലായില്ലേ? പക്ഷെ ഇവിടെ ഇപ്പം അത് ഞാൻ പറഞ്ഞില്ല, അത് അന്യായമാണെന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, സംഘടനാ സംവിധാനത്തിൽ ഒരു മാറ്റം വരാതെ, സംഘടനയുടെ തലപ്പത്ത് മാറ്റം വരാതെ ഈ പാർട്ടിക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. അത് കുറച്ചുപേരെങ്കിലും മനസ്സിലാക്കുന്നു. ഹൈക്കമാൻഡിൽ ചിലരത് മനസ്സിലാക്കുന്നു. ഈ ഹൈക്കമാൻഡിൽ ചിലർ അവർക്കൊക്കെ രാഷ്ട്രീയ അജണ്ടകളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അത്തരം അജണ്ടകളെ മാറ്റി നിർത്തിക്കൊണ്ടല്ല ഞാൻ ഈ പറയുന്നത്. ഞാൻ മറ്റൊരു കാര്യം പറയാം. ഈ കോൺഗ്രസിൽ തന്നെ മറ്റൊരു ചിന്ത പ്രിവെയിലിംഗ് ആയിട്ടുള്ള എന്താണെന്ന് അറിയാമോ? ചില ആളുകൾ വിചാരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്നത് പോലെ പറഞ്ഞ പോലെ സംഘടനാ സംവിധാനം മോശമായിരുന്നു, പിന്നെ ആന്റി ഇൻകുംബൻസി എത്രത്തോളം ഉണ്ട്, ഒരു 13-14 സീറ്റൊക്കെ UDF-ന് ലഭിക്കുന്നുള്ളെങ്കിൽ അത് UDF-ന്റെ ഒരു പരാജയം തന്നെയായിരിക്കും. അപ്പൊ ആ ഒരു സാഹചര്യം ഉപയോഗിച്ച് പ്രസിഡന്റിനെ മാറ്റാം, പ്രതിപക്ഷ നേതാവിനെ മാറ്റാം, പുതിയ പ്രസിഡന്റ് വരാം, പുതിയ പ്രതിപക്ഷ നേതാവ്, ഇങ്ങനെയൊക്കെ ആലോചിച്ചു കൂട്ടുന്ന സ്വപ്നം കാണുന്ന ആളുകൾ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിലുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം, ആരോഗ്യപരമായിട്ടൊക്കെ സുധാകരന് ചില പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹത്തെ പിന്നെ ഒരു വീരനായകനായിട്ട് വാഴ്ത്തിയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടാവും. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ബാല്യം കുറഞ്ഞോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയാണെന്നൊക്കെ ഒരു ഇതുണ്ട്. അപ്പൊ ആരോഗ്യം പ്രധാനപ്പെട്ട പ്രശ്നമാണ്. സംസ്ഥാനത്തുടനീളം ഓടി നടക്കണം. ഈ 2 കൊല്ലം വളരെ പ്രധാനമാണ്. ഇതിനിടയിൽ എന്തൊക്കെ രാഷ്ട്രീയ മാറ്റങ്ങൾ വേണേൽ സംഭവിക്കാം. അപ്പം
ഇപ്പോഴത്തെ ഇവരുടെ പ്രധാന ചിന്ത ഈ തലപ്പത്തൊരു മാറ്റം വരണം. പിന്നീട് അവരടിച്ചോളും. പ്രസിഡന്റ് സ്ഥാനത്ത് പിന്നെ മുഖ്യമന്ത്രി ആരായിരിക്കണം, തെരഞ്ഞെടുപ്പിനെ നയിക്കേണ്ടത് ആരെയാണ് ഉയർത്തിക്കാട്ടുന്നത് മുതലായ കാര്യങ്ങൾ 2 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ചെയ്തോളും. അത് നമ്മൾ കാത്തിരുന്നാൽ കണ്ടാൽ മതി കേട്ടോ. ഒരു കാര്യം കൂടി, അഡ്വക്കേറ്റ് ജയശങ്കർ, വേഗത്തിൽ ഒരു കാര്യം, ഈ മുമ്പുള്ളതിന് വ്യത്യസ്തമായി KC വേണുഗോപാൽ, അദ്ദേഹം AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം ഇപ്പോൾ കേരളത്തിന്റെ പ്രധാനപ്പെട്ട ഒരു മുഖം കൂടിയായി ഇവിടുന്ന് മാറുകയാണല്ലോ. കാരണം ആലപ്പുഴയിൽ അദ്ദേഹം വിജയിച്ച് അവിടെ MP ആയി കഴിഞ്ഞാൽ കേരളത്തിൽ കൂടുതൽ സമയം ശ്രദ്ധിക്കും, ഒപ്പം ദേശീയ തലത്തിലുള്ള അദ്ദേഹത്തിന്റെ ശ്രദ്ധയും ഉണ്ടാവും. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആവുമ്പോഴേക്കും കോൺഗ്രസിന് അനുകൂല ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായാൽ KC വേണുഗോപാൽ കൂടി കേരളത്തിന്റെ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഇവിടെ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ക്ലെയിം ഉന്നയിക്കാനുള്ള സാധ്യത അങ്ങനെ കൂടി നമുക്ക് ചർച്ചകളെ കാണേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അത് എല്ലാവർക്കും അറിവുള്ള കാര്യവുമാണ്. അതിൽ യാതൊരു സംശയമില്ല. അദ്ദേഹം തീർച്ചയായിട്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള മത്സരാർത്ഥികളിൽ ഒരു പ്രധാനപ്പെട്ട ആളാണ്. അത് 2026 തന്നെ അദ്ദേഹം ക്ലെയിം ഉന്നയിക്കോ അതോ കുറച്ച് കഴിഞ്ഞിട്ട് ഉന്നയിക്കോ എന്നുള്ള ചോദ്യം വായിക്കും. ഓക്കെ, ആ സാധ്യതയുണ്ട്. സണ്ണിക്കുട്ടി അബ്രഹാം തുടരുന്നു കരുതുന്നു. ഒരു കാര്യം കൂടി നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പായി, ഈ രമേശ് ചെന്നിത്തല നമുക്കറിയാം, ഈ പ്രീ സർവേകൾ, തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്ന അഭിപ്രായ സർവേകളിലെല്ലാം ചിലയിടങ്ങളിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനൊപ്പമോ ചിലയിടങ്ങളിൽ അദ്ദേഹത്തിന് മുകളിലോ കൂടുതൽ നേതൃതലത്തിൽ അംഗീകരിക്കപ്പെട്ടതാണ് സർവേകളിൽ പലപ്പോഴും രമേശ് ചെന്നിത്തലയുടെ പേര്. അപ്പോൾ രമേശ് ചെന്നിത്തല ഇപ്പോഴും പ്രധാനപ്പെട്ട മുഖമാണ് എന്ന ഒരു നിലപാട് കൂടിയുണ്ട്. ഇപ്പോഴത്തെ ഈ അധ്യക്ഷ സ്ഥാനം അല്ലെ നേതൃമാറ്റ ചർച്ചകളിലൊക്കെ ഇക്കാര്യത്തിൽ രമേശ് ചെന്നിത്തല എടുക്കുന്ന നിലപാടുകൾക്ക് കൂടി, അല്ലെങ്കിൽ അദ്ദേഹം നയിക്കുന്ന ഒരു ചേരിയുടെ നിലപാട് കൂടി വളരെ പ്രാമുഖ്യമായി മാറില്ലേ? വാസ്തവത്തിൽ അദ്ദേഹം നയിക്കുന്ന ഒരു ചേരി ഇപ്പൊ കേരളത്തിലെ കോൺഗ്രസ് ഇല്ല കേട്ടോ. നമ്മളത് വെറുതെ അങ്ങനെ പറഞ്ഞിട്ടൊന്നും വലിയ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ അദ്ദേഹം ഇപ്പോഴും ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. പ്രത്യേക വിശേഷാവസരങ്ങളിൽ പിന്നെ പ്രവർത്തക സമിതിയിലേക്ക് ക്ഷണിക്കാവുന്ന ഒരു നേതാവാണ്. പിന്നെ ഇത്തവണ എനിക്ക് മഹാരാഷ്ട്രയിൽ എവിടെ ഒരു സംസ്ഥാനത്ത് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിന്റെ ചുമതല ഉണ്ടായിരുന്നു. ഇപ്പൊ അദ്ദേഹം മെല്ലെ കേരളത്തിന്റെ നേതൃശ്രേണിയിൽ, അതായത് ഹൈക്കമാൻഡ് തലത്തിലൊക്കെ ഇങ്ങനെ മെല്ലെ പിടിച്ച് കയറി വരുന്നുണ്ട്. അപ്പൊ ഈ സർവേകളില് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ സാധ്യതകളെ കുറിച്ചൊക്കെ പറഞ്ഞ് ഇവർക്ക് കിട്ടുന്ന വോട്ടുകളുടെ ശതമാനമൊക്കെ വളരെ കുറവാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ചിലപ്പോൾ തൊട്ട് മുകളിൽ തൊട്ട് താഴെയൊക്കെ ഓരോ സർവേയും അതിന്റെ പല കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ വന്നിട്ടുണ്ടാവും. പക്ഷെ ഇതിലൊക്കെ ഇവർക്കൊക്കെ കിട്ടുന്ന വോട്ടുകൾ വളരെ കുറവായിരിക്കും എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇപ്പം ഇവർ രണ്ടും മാത്രമല്ല, ഇപ്പം നാളെ മുരളി ഒരു സ്ഥാനാർത്ഥിയായിട്ട് വരാം, KC വേണുഗോപാൽ വരാം, സതീശനുണ്ട്, ഇവിടെ രമേശ് ചെന്നിത്തലയുണ്ട്. അതിന്റെ ചില സാമുദായിക ബാലൻസുകൾ നോക്കേണ്ടതുണ്ട്. ഇതൊക്കെ നമ്മൾ ഇപ്പോഴേ ചർച്ച ചെയ്യേണ്ടതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷെ ഇതൊക്കെ വരും ദിവസങ്ങളിൽ കോൺഗ്രസിൽ ഉയർന്നു വരാവുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ്. രമേശും യാതൊരു സംശയം വേണ്ട ഒരു പ്രധാനപ്പെട്ട പ്ലെയറായിട്ട് ഈ വരും ദിവസങ്ങളിൽ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉണ്ടാകും. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൂടുതൽ പ്രകടമാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ CPM-ൽ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് CPM വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ പിണറായി വിജയൻ തന്നെയാവാം നിലവിലെ സാഹചര്യത്തിൽ വീണ്ടും നേതൃസ്ഥാനത്ത് നിന്ന് തെരഞ്ഞെടുപ്പിനെ നയിക്കുക. അത്തരമൊരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുമ്പോൾ മറുചേരിയിൽ സമാനമായ തന്ത്രങ്ങൾ ഒരുങ്ങണം. അതിനുവേണ്ടിയുള്ള ആർജവമുള്ള, നേരത്തെ നമ്മൾ പറഞ്ഞ ഈ സാമുദായിക ഇക്വേഷൻസ് ഒക്കെ പാലിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളൊക്കെ ഉണ്ടാവണം. ആ ചിന്തകൾ കൂടിയാണോ ഈ തരത്തിൽ കോൺഗ്രസിന്റെ സംഘടന ശക്തിപ്പെടണമെന്ന ഒരു തിരിച്ചറിവ് കോൺഗ്രസിന് ഉണ്ടാവുന്നത്? ഒരു കാര്യം പറയാം. ഇപ്പോൾ നമ്മള് പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ സ്വന്തക്കാരെ പ്രധാനപ്പെട്ട സമിതികളിലൊക്കെ തിരികെ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റില് അവരെ നിറച്ചു എന്നൊക്കെ നമ്മൾ ഒരു വിമർശന ബുദ്ധിയ പറയുമ്പോൾ തന്നെ CPM വളരെ ബോധപൂർവം ഒരു രണ്ടാം നിരയെ വളർത്തിക്കൊണ്ട് വരുന്നു എന്നുള്ളത് നമ്മൾ കാണാതിരുന്നുകൂടാ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പം മന്ത്രിസഭയിലാണെങ്കിൽ അപ്പൊ അതിനകത്തൊക്കെ ചില പ്രത്യേക താല്പര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അതൊന്നും ഇല്ലെന്ന് ഞാൻ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു നിരയെ അവർ വളർത്തിക്കൊണ്ട് വരുന്നുണ്ട്. കോൺഗ്രസിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ആരാണ് രണ്ടാം നിര? എങ്ങനെയാണ്? ആരൊക്കെ ഉണ്ട് ഇവിടെ? നമ്മുടെ ഓരോ നേതാക്കളുടെയും കഴിവുകൾ പരിശോധിച്ച് അല്ലെങ്കിൽ മനസ്സിലാക്കിക്കൊണ്ട് ഇത് ആരാ ചെയ്യേണ്ടത്? ഇവിടെ അതിന് കാര്യം എന്തൊക്കെ പറഞ്ഞാലും പിണറായി വിജയന്റെ ഒരു ഉരുക്കുമുഷ്ടി എന്ന് അതിനെ വിശേഷിപ്പിച്ചാൽ പോലും അത് ഉപയോഗിച്ചാണെങ്കിലും അദ്ദേഹം അത് ഒരു പരിധി വരെയൊക്കെ ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിൽ അതില്ല. ഒരു രണ്ടാം തലമുറയെ ഇപ്പൊ തന്നെ നമുക്ക് ഉമ്മൻചാണ്ടി പോയതിനു ശേഷം വലിയൊരു വാക്കുമാണ്, വലിയൊരു ശൂന്യത കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അനുഭവപ്പെടുക. ഇവിടെ പ്രസിഡന്റ് ഉണ്ട്,
പ്രതിപക്ഷ നേതാവുണ്ട്, മറ്റാളുകളുണ്ട് എന്നൊക്കെ പറഞ്ഞാലും ഒരു വലിയ ശൂന്യത നമുക്ക് അനുഭവപ്പെടുന്നു. അത് നേരത്തെ തന്നെ പാർട്ടി മനസ്സിലാക്കി. ഞാൻ പറഞ്ഞില്ല, ആന്റണി, ഉമ്മൻചാണ്ടി ഒക്കെ അടക്കമുള്ള ആളുകൾ മനസ്സിലാക്കി അങ്ങനെ ഒരു നിരയെ, കരുത്തുറ്റ ഒരു നിരയെ, അതിന് പ്രത്യേകിച്ച് ഗ്രൂപ്പ് താല്പര്യങ്ങളൊന്നും കൂടാതെ കൊള്ളാവുന്ന മിടുക്കന്മാരെ കൊണ്ടുവരേണ്ടതെന്ന്. മിടുക്കന്മാരൊക്കെ ഉണ്ട്, മിടുക്കന്മാരൊക്കെ അവിടെ ഇവിടെയും ചെതറിക്കിടക്കുക. അവരെയൊക്കെ ഒന്ന് പാർട്ടിയുടെ മുൻനിരയിലേക്ക് കൊണ്ടുവന്ന്, മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവന്ന് അവരെ പ്രയോജനപ്പെടുത്തി. ഇപ്പൊ തന്നെ ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. ഷാഫി പറമ്പിൽ, അതിലിപ്പം കേരളത്തില് വടകര ജയിക്കുകയാണെങ്കിൽ അയാൾ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരു വലിയ മുഖമായിട്ട് മാറാൻ പോവാണെന്ന് തന്നെ എന്റെ ഒരു വിശ്വാസം. സാധാരണ MLA ആയിരുന്നാലും യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് മാത്രമായിരുന്നു. അങ്ങനെയുള്ള മിടുക്കന്മാരുണ്ട് ഇവിടെ. ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നത് ശരിയാവില്ല. ഞാൻ ഷാബിയുടെ പേരെടുത്ത് പറഞ്ഞ് അദ്ദേഹം മത്സരിച്ചത് കൊണ്ടും അദ്ദേഹം പെട്ടെന്നൊരു ശ്രദ്ധാകേന്ദ്രമായി മാറിയതും കൊണ്ടും മാത്രമാണല്ല അദ്ദേഹത്തിന് വേണ്ടി ഞാൻ സംസാരിക്കുകയല്ല. പക്ഷെ അങ്ങനെ ആളുകളുണ്ട്. അവരെ വളർത്തിക്കൊണ്ട് വന്നില്ലെങ്കിൽ ഈ കോൺഗ്രസിന് ഇവിടെ നിങ്ങൾക്ക് എന്ത് ഭരണവിരുദ്ധ വികാരമൊന്നും ഒക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതിനെ പ്രയോജനപ്പെടുത്താൻ, ആ ആന്റി ഇൻകുംബൻസി ഫാക്ടറിനെ പ്രയോജനപ്പെടുത്താൻ കഴിവുള്ള, കരിഷ്മയുള്ള, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നത്, കരിഷ്മയുള്ള നേതാക്കളും. കരിഷ്മ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച പലരും മൊരഞ്ഞതങ്ങ് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുക, അവരുടെ കരിഷ്മയൊക്കെ. അപ്പം അത് ഈ ഒരു വലിയൊരു പുനർവിചിന്തനം. ഇതൊക്കെ എപ്പോഴും പറയുന്നതാണ്, തലമുറ മാറണം, മറ്റേതാ മറിച്ചെന്നൊക്കെ പറയും. ഇതൊന്നും നടന്നിട്ടില്ല. പക്ഷെ ഇനിയെങ്കിലും കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്നില്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ കാര്യം സ്വാഹയാകുമെന്നാണ് എനിക്ക് തോന്നുന്നു. യെസ്, വളരെ നന്ദി സണ്ണിക്കുട്ടി അബ്രഹാം. അഡ്വക്കേറ്റ് ജയശങ്കർ, ഒരു കാര്യം കൂടി, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം പരിശോധിക്കൂ. 19 സീറ്റിൽ ജയിച്ച ഒരു മുന്നണിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പയെ തകർന്നു പോയത്. അപ്പോൾ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2020 വിജയമുണ്ടായാൽ പോലും നിയമസഭയിൽ അത് മുൻവെച്ച് മുന്നോട്ട് പോവാനാവില്ല എന്നൊരു തിരിച്ചറിവിലേക്ക് കോൺഗ്രസ് എത്തുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? യെസ്, എന്തായാലും നമുക്ക് ഡാൻ കുര്യനിലേക്ക് കൂടി പോകാം. ഡാൻ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്, ഈ ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾക്കെല്ലാം പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട്. കോൺഗ്രസിലെ നടക്കുന്ന ചർച്ചകളും നീക്കങ്ങളിലും പിന്നിൽ രാഷ്ട്രീയമുണ്ട്. സുധാകരനെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചതിൽ കൃത്യമായ രാഷ്ട്രീയം പ്രകടമായിരുന്നു. ഒപ്പം തന്നെ സുധാകരൻ ഇപ്പോൾ ആ സ്ഥാനം വീണ്ടും ആവശ്യപ്പെടുന്നതിൽ രാഷ്ട്രീയമുണ്ട്. ഇത് ഒരു പരസ്യ തർക്കത്തിലേക്ക് കോൺഗ്രസിൽ പോകാനുള്ള സാധ്യതയുണ്ടോ? ഒരുപക്ഷെ നേതാക്കളൊന്നും സമ്മതിക്കില്ല ഇതിൽ ആശയക്കുഴപ്പമുണ്ടെന്ന്. പക്ഷേ പരസ്യമായി ഇക്കാര്യത്തിൽ അങ്ങനൊരു നിലപാടെടുക്കുമോ? ഒപ്പം സുധാകരന് അധ്യക്ഷ സ്ഥാനം നീണ്ടുപോയാൽ അത് സുധാകരൻ അനുകൂലികൾ അല്ലെങ്കിൽ കെ സുധാകരൻ തന്നെയോ പരസ്യമായി അത് ഉന്നയിക്കുമോ? ഇവിടെ സംഭവിക്കാൻ ഏറ്റവും സാധ്യതയുള്ള കാര്യം സജിത്ത്, നമുക്കറിയാം, സാമുദായിക സമവാക്യങ്ങൾ കൂടി ഉറപ്പുവരുത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെയും സംഘടനയും ഒക്കെ നയിക്കുന്ന ഒരു ശൈലിയാണ് കോൺഗ്രസിനുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പ്രബല വിഭാഗമാണ് ഇടതു വിഭാഗം. അതിന്റെ ഒരു പ്രതിനിധി കൂടിയാണ് കെ സുധാകരൻ. അതുകൊണ്ട് അദ്ദേഹത്തെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പെട്ടെന്നങ്ങ് പറിച്ചു മാറ്റി കണ്ണൂരിൽ സ്ഥാനാർത്ഥിയായി അദ്ദേഹം വിജയിച്ചാൽ അവിടെ തന്നെ MP ആയി തുടരട്ടെ എന്ന് പറഞ്ഞ് അത്രയ്ക്ക് പെട്ടെന്ന് കെ സുധാകരനെ അങ്ങ് ഒതുക്കിക്കളയാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല കോൺഗ്രസിനുള്ളിൽ നിലവിലുള്ളത്. കാരണം സാമുദായിക സമവാക്യങ്ങൾ ഉറപ്പുവരുത്തുമ്പോൾ കെ സുധാകരനെ കൃത്യമായി അക്കോമഡേറ്റ് ചെയ്യേണ്ടത് അനിവാര്യതയായി മാറും കോൺഗ്രസിന്. ഒന്നെങ്കിൽ സംഘടനാ തലത്തിൽ, അതല്ലെങ്കിൽ മറ്റ് തലങ്ങളിലേക്ക്. സ്വാഭാവികമായി ഈ രണ്ട് ഇടങ്ങളിൽ എവിടെയെങ്കിലും അദ്ദേഹത്തെ അക്കോമഡേറ്റ് ചെയ്തേ പറ്റുകയുള്ളൂ. നേരത്തെ ഈ അവർ നിരീക്ഷകരൊക്കെ സൂചിപ്പിച്ച പോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുകയാണ്. 20 സീറ്റ് നേടിയാൽ അതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെട്ടുകൊണ്ട് പല നേതാക്കന്മാർ രംഗത്തെത്താം. പക്ഷേ അവിടെ പൊതുവായി വരാൻ സാധ്യതയുള്ള കാര്യം ഭരണവിരുദ്ധ വികാരമാണ് കോൺഗ്രസിന് അല്ലെങ്കിൽ UDF-ന് വലിയ നേട്ടം കൊയ്യാൻ സഹായിച്ചെന്ന വിലയിരുത്തലായിരിക്കും. പക്ഷേ ഒരു തിരിച്ചടിയാണ് ഉണ്ടാകുന്നതെങ്കിൽ അതായിരിക്കില്ല സ്ഥിതി. കൃത്യമായി അതിന്റെ ഉത്തരവാദിത്വം KPCC അധ്യക്ഷൻ എന്ന നിലയിൽ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ VD സതീശനും ഏറ്റെടുക്കേണ്ടി വരും. അതിന്റെ ഭാരത്തിൽ നിന്ന് അവർക്ക് ഒഴിഞ്ഞുമാറാനാവില്ല. അവിടെ സംഘടനാ തലത്തിൽ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലുണ്ടായ ദൗർബല്യങ്ങൾ വലിയ തരത്തിൽ സംഘടനയ്ക്കുള്ളിൽ ചർച്ചയായി മാറും. അതിന്റെ ഉത്തരവാദിത്വം, ധാർമ്മികമായ ഉത്തരവാദിത്വം KPCC അധ്യക്ഷനിലേക്ക് തന്നെ കേന്ദ്രീകരിക്കുന്ന, പ്രതിപക്ഷ നേതാവിലേക്ക് തന്നെ കേന്ദ്രീകരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകും. അത് ജൂൺ 4-ാം തീയതി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലത്തെ മാത്രം ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അവിടെയും വലിയ വിജയമാണ് കോൺഗ്രസിന് ഉണ്ടാകുന്നതെങ്കിൽ, UDF-ന് ഉണ്ടാകുന്നതെങ്കിൽ സ്വാഭാവികമായി അതിന്റെ ക്രെഡിറ്റ് ആർക്ക് ഉണ്ടാകും, ആരിലേക്ക് എത്തുമെന്നതാണ് ചോദ്യം. അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. പ്രചാരണ വേളയിൽ കെ സുധാകരനെ കണ്ണൂരിൽ മാത്രം തളയ്ക്കുന്ന ഒരു ശൈലിയാണ് നമ്മൾ കണ്ടത്. സ്വാഭാവികമായി അദ്ദേഹം കണ്ണൂരിന്റെ നിലവിലെ MP ആയിരുന്നു. മറ്റ് സ്ഥലങ്ങളിലേക്കൊന്നും പ്രചാരണത്തിന്റെ ഭാഗമായി കെ സുധാകരൻ പോകുന്ന കാഴ്ച കണ്ടില്ല.
രാഹുൽ ഗാന്ധിക്കൊപ്പം മാത്രമാണ് അദ്ദേഹം അല്പമെങ്കിലും അല്ലാതെ യാത്ര ചെയ്തിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് സംസ്ഥാനത്തെ ഒരു മണ്ഡലങ്ങളിലേക്കും കെ സുധാകരൻ പ്രചാരണത്തിന്റെ ഭാഗമായിട്ട് എത്തിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ ക്രെഡിറ്റ് പ്രചാരണ വേളയിൽ കെ സുധാകരൻ നയിച്ച ഒരു ടീമിനല്ല എന്ന തരത്തിലുള്ള വിലയിരുത്തലുകളുണ്ടാകും. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കാം അദ്ദേഹത്തെ കണ്ണൂരിൽ മാത്രം ഒതുക്കാനുള്ള ബോധപൂർവമായ നീക്കം ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഉണ്ടായത് എന്ന് പറയേണ്ടി വരും. യെസ്, ഡാൻ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട രാഷ്ട്രീയ സാഹചര്യം കോൺഗ്രസിലുണ്ട്. ഇപ്പോഴത്തെ ഈ ചർച്ചകൾക്ക് പിന്നിൽ ചില ആലോചനകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. പക്ഷേ അതിനോട് സുധാകരൻ എടുക്കുന്ന നിലപാട് ശ്രദ്ധേയമാണ്. സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് തിരികെ കൊണ്ടുവരരുത് എന്ന് പാർട്ടിയിലെ ഒരു വിഭാഗം ആഗ്രഹിച്ചാൽ, സുധാകരൻ കണ്ണൂരിൽ പരാജയപ്പെട്ടാൽ പിന്നെ എന്ത് സംഭവിക്കും എന്ന ചോദ്യവും സുധാകരന്റെ രാഷ്ട്രീയ ഭാവി എന്താകുമെന്ന പ്രസക്തമായ കാര്യം കൂടിയും നമുക്ക് മുന്നിലുണ്ട്. എന്തായാലും കോൺഗ്രസ് രാഷ്ട്രീയം കലുഷിതമാവാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടായാൽ കൂടിയും അത് പ്രകടമായി വന്നേക്കാമെന്നതാണ് സാഹചര്യം. ഡാൻ കുര്യനാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ഒരു ഇടവേളയാണ്. വേഗത്തിൽ